പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു കർത്താവേ. നിന്റെ തിരുമുറുവാർന്ന് വലതു കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ഉച്ചിമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കള്, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവരെ ആശ്രയിക്കും. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. Spirit of power and grace. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന 2 മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് 2 രാജാക്കന്മാര് 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. ഇപ്പോൾ ഇസ്രായേലുമായി യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രായേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരെന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകും.
അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രയേലിലെ പെൺകുട്ടി, അവള് അവിടെ ചെന്നിട്ട് അവളുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇതിന് പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോണില്ലേ. ഇവളങ്ങനെയല്ല. അവള് എപ്പോഴും ഓർത്തേക്കാം നമ്മൾ. കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവള് പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായിൽ ഒരു പ്രവാചകനുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനെ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അത് വിശ്വസിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പം പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണ് വന്നിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാ സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ, നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്തെ കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്. അയാൾ വസ്ത്രം വലിച്ചു കയറി ദേഷ്യം കൊണ്ട്. അപ്പം എലീഷ കേട്ടിച്ചപ്പോൾ, നീ എന്തേ വസ്ത്രം കയറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്തുകൾ അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തു. അവരുടെ വസ്ത്രം കീറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെയ്തു. എലീഷ പറഞ്ഞ് അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പം അയാൾക്ക് പറഞ്ഞു, എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ നല്ല കണ്ണീര് പോലെ കിടക്കണ ജലവാ. അവിടെ കുളിക്കണ വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു, ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം? എനിക്ക് ഫാർഫാർ നദി നല്ലതല്ലേ, അല്ലെ അബോന അവിടെ പോയി കുളിച്ചാൽ മതിയല്ല. അപ്പോൾ കുതിരക്കാര് അവിടെ രസമുണ്ട്. ദൈവം കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാരി ഇവനെ കൗൺസിൽ ചെയ്യും. നാമാന സൈന്യാധിപനാണെന്ന് പറഞ്ഞ കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും, യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിന് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ? ഇത് നിസ്സാര കാര്യമല്ലേ ചെയ്ത് അപ്പോരെ? അപ്പം അയാൾക്ക് ബോധം വന്ന. ഇവരുടെ കൗൺസിലിംഗ്, കുതിരക്കാരുടെ കൗൺസിലിംഗ് ഭയങ്കര രസമാണ്. എന്നാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ കുഞ്ഞിൻ്റെ ശരീരം പോലെ അയാൾ മാറിയത്. നമ്മുടെ എന്ത് വിഷയം വെച്ചാൽ, എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത്
സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. കാര്യം ആ ഇസ്രായേലിന്റെ പരിചാരികയും നാമാന്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിന്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിന്റെ ഉപകരണമായത്. ദൈവവേദലെ നിന്റെ അവസ്ഥ എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിനകത്തുള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാവോ? ഇപ്പൊ നമ്മളുടെ ഒരു നോട്ടിൽ 17 സെക്യൂരിറ്റി മാർക്കുകളുണ്ട് അല്ലേ? ഒരു നോട്ടിൽ 500 നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച 17-18 സെക്യൂരിറ്റി മാർക്കുകളുണ്ട്. നമുക്ക് 1-2 മാർക്ക് അറിയാൻ പറ്റും. നമുക്ക് ജലമുദ്ര അറിയാം. അത് നോക്കുമ്പോൾ അശോക ചക്രമൊക്കെ ഇരിക്കണ കാണാം അതിനകത്ത്. പിന്നെ വാട്ടർ മാർക്ക് കാണാം. പക്ഷേ ഗവൺമെൻറ്റിനറിയാം 17 ഉണ്ട്. കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച 17 സെക്യൂരിറ്റി നോട്ടുണ്ട്. അപ്പോൾ 17 സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് റിയൽ നോട്ടാണെന്ന്. അതിൻ്റെ മൂല്യം ഇന്ത്യയിൽ മൂല്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അകത്താവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കും. പിന്നെ റൂട്ട് ചെയ്ത് പിന്നെ പണിയായിരിക്കും. പിന്നെ 10,000 ചോദ്യങ്ങൾ വരണം. അപ്പം ഇതുപോലെ കവന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സംഭവത്തിന് കാന്തി കണ്ണടയില്ലെങ്കിൽ പണിയാവും. നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക്. ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും. എന്താ കാര്യം ചെയ്തത്? ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. ബാക്കി എന്താ കാര്യം? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ദൈവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ കാര്യം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ 500 രൂപ നോട്ട് ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ്. കാര്യം എന്താണ്? അത് കള്ളനോട്ടല്ല. കവനൻ്റ് അങ്ങനെയാണ്. കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക, ആതുര സേവനം ചെയ്യുക,
വിശുദ്ധിയോട് ജീവിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക, കുടുംബത്തിൽ മാന്യമര്യാദയായിട്ട് ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, അവതാരത്തോടെ ജീവിക്കുക, കാരുണ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റിയോടെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും. നമുക്ക് നോട്ട് പഴയതായാൽ പോലും, ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ല അതിനുള്ളത്. 500 രൂപയ്ക്ക് പഴയ നോട്ടാണെന്നും പറഞ്ഞ് അതിന് 5 രൂപയുടെ വിലയല്ലല്ലോ. അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകണമെങ്കിൽ പുതിയതിൻ്റെ വിലയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നമുക്ക് സങ്കീർത്തനം എടുത്ത് നോക്കളെ. സങ്കീർത്തനം 89:34, 89:34. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 89:34. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയണതാണ്, നമ്മുടെ ഭാഗത്തുനിന്നല്ലേ. നിങ്ങൾ ഉഴപ്പിയാലും ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ച മലയാളത്തിൽ. എന്താ പറയുക? സങ്കീർത്തനം 89:34. എന്താ ഒന്ന് വായിച്ചേ? ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. അപ്പൊ ഇത് 100% ഷുവറായിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? വിശ്വസ്തത. അതാ സങ്കീർത്തനം 92:3 പറയണത് എന്താണ്? നിൻ്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. അത് കാര്യം നിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ പാടില്ലാതെ നടക്കുകയാണ്, ബുദ്ധിയും ബോധവും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും. അന്തന ഇപ്പം നിങ്ങൾ ദൈവത്തിൽ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്തെങ്കിലും തരികട വീട്ടിൽ വന്ന് നിങ്ങൾ അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്നിട്ട് അന്തനെ വഴി കാണിക്കണ പോലെ ചിലപ്പോൾ നിങ്ങളുടെ അളിയനായിരിക്കും നിങ്ങൾ വഴി കാണിക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ അയൽവാസി ആയിരിക്കും വഴി കാണിക്കണത്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഉതപ്പിച്ചാലും ശരി, നിൻ്റെ രാത്രിയാണ്. പക്ഷെ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. എൻ്റെ പേര് റോജി സാജൻ. വാളാന്തറയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഒക്ടോബർ 18 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അങ്ങനെയായിരിക്കെ ഞങ്ങൾ 2 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. എനിക്ക് PCOD ഒരു പ്രശ്നമുള്ളത് കാരണം, പിന്നെ തൈറോയിഡും കൂടെ ഉള്ളത് കാരണം ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു ഇങ്ങനെ മക്കളുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. 2 വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മരുന്നോ ഒന്നും കഴിച്ചില്ല. അത് കഴിക്കാതെ തന്നെ അമ്മ മാതാവ് ഈ ഉടമ്പടി എടുത്ത് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ പ്രഗ്നൻ്റായതിന് ശേഷം 7ാം മാസത്തിൽ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. കൊച്ചിനെ എടുക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഫ്ലൂയിഡ് അപ്പോഴേക്കും എല്ലാം മൊത്തം പോയായിരുന്നു. കുറച്ച് മാത്രമേ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കൊച്ചിനെയും പെട്ടെന്ന് എടുക്കണം, കാരണം ഫ്ലൂയിഡൊന്നുമില്ല, ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഹോസ്പിറ്റലായിരുന്നു ചെയ്തത്. അവിടെ കുറേ പൈസ ആവുന്ന ഇതായിരുന്നു, 5 ലക്ഷത്തോളം ആവുമായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന്
ഒരു ഓട്ടോ ഓടിക്കും, പിന്നെ പോവാറുമുണ്ട്. അങ്ങനെ ഓട്ടം പോയിക്കൊണ്ടിരുന്ന ഒരു സാറ് കുഞ്ഞിന് ഉള്ളതും പിന്നെ സിസേറിനുള്ളതും കുഞ്ഞിന് 1 വയസ്സ് വരെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ഞങ്ങൾ തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അമ്മ വഴിയായിട്ട് അവർ ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. അതുപോലെ പിന്നെ ആ സിസേറിയൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല പ്രാർത്ഥനയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനം 91-ാമത്തെ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങനെ ഒന്ന് നിർത്താൻ പോലും പറ്റിയില്ല, അതുപോലെ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ വിറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അത്ഭുതം നടക്കുകയാണ് ചെയ്ത്. പെട്ടെന്ന് തന്നെ സിസേറിയൻ നടക്കുകയും കൊച്ചിന് ഒരു കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് എന്നെ സിലേക്ക് മാറ്റുകയും ചെയ്തു. 1.5 മാസത്തോളം കൊച്ച് NIC തന്നെയായിരുന്നു. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ കുറച്ച് നേരത്തുള്ള പരിചയത്തിലുണ്ടായ ആ സാറ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ പൈസ അവിടെ തന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉപ്പും തേനും ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വെളുപ്പിനുള്ള ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഉപ്പും കഴിക്കുകയും പിന്നെ തേന് കഴിക്കുകയും ചെയ്തായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ PCODയുടെ ആ അളവ് കുറയുകയും പിന്നെ തൈറോയിഡിൻ്റെ എല്ലാം നോർമലായി കിട്ടുകയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. അതുപോലെ തന്നെ 2ാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ സിസ്റ്ററിനായിരുന്നു, ഭർത്താവിൻ്റെ സഹോദരിക്ക്. അവൾക്ക് ഈ IELTS എഴുതിയിട്ട് ഒന്നും പാസ്സാവുന്നില്ലായിരുന്നു. പിന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് OET എക്സാം എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് OET എക്സാം പാസ്സാവാൻ കഴിഞ്ഞു. അമ്മ മാതാവ് ഈ അനുഗ്രഹം തന്നെ ഞങ്ങൾക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂലി, ഹസ്ബൻഡിൻ്റെ പേര് ഷിൻസ്. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കാനഡയിലാണ്. ഞങ്ങളുടെ കല്യാണം 2016 കഴിഞ്ഞതായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറി ചെല്ലുന്ന സമയത്ത് ഇമിഗ്രേഷനിൽ എന്നോട് ചോദിച്ചു, ഡു യു ഹാവ് എനി ഡിപ്പെൻഡൻസ്? അന്ന് ഞങ്ങളുടെ ജസ്റ്റ് കല്യാണം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. നമ്മുടെ ഒരു ഇത് വെച്ച് ഹസ്ബൻഡ് ഒരിക്കലും നമ്മുടെ ഡിപ്പെൻഡൻ്റ് അല്ലാത്തത് കൊണ്ടാൽ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ സ്പോൺസർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് 3 പ്രാവശ്യം വെച്ചു. 3 പ്രാവശ്യവും അവർ റിജക്റ്റ് ചെയ്തു, കാരണം ഞാൻ നുണ പറഞ്ഞു എന്ന്. അതിനുശേഷം ഞാൻ അവിടുത്തെ കോടതിയിൽ അപ്പീൽ ചെയ്തു. അപ്പീലും അവർ ഡിനൈ ചെയ്തു, സെയിം റീസൺ തന്നെ. അപ്പോൾ അവരെന്നോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഒരു ട്രഡീഷൻ വെച്ച് ഒരിക്കലും ഹസ്ബൻഡ് ഭാര്യയുടെ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ട്രഡീഷൻ ബിലീവ് വാട്ട് എവർ ഇറ്റ് ഈസ്, ദ റൂൾസ് ഈസ് ദി റൂൾസ് എന്ന് പറഞ്ഞു. ആദ്യം കാനഡയിൽ ആര് വരുന്നോ അയാൾ ആയിരിക്കും പ്രൈമറി സ്പോൺസർ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ലോയർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണം, ഡിവോഴ്സ് ചെയ്തിട്ട് വീണ്ടും റീമാരേജ് ചെയ്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ തീർന്നൊരു തീരുമാനം എടുത്തു, കാനഡയിൽ ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒന്നിച്ച് ജീവിക്കാം, എന്തായാലും പള്ളി വെച്ച് കെട്ടിയതാ, ഒരു ഡിവോഴ്സിനും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 കുട്ടികളായി. അങ്ങനെ ഞങ്ങൾ വേറൊരു ലോയറിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ലോയർ ഞങ്ങളോട് പറഞ്ഞു ഹ്യൂമാനിറ്റേറിയൻ കമ്പാഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്, അതായത് മാനുഷിക പരിഗണന. അതായത് നിങ്ങൾക്കിപ്പോൾ 2 കുട്ടികളുണ്ട്, നിങ്ങൾ ഈ 6 വർഷമായിട്ട് ഒരേ ബന്ധത്തിലാണ്, ആ കാരണം പറഞ്ഞ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ജൂൺ അവസാനം ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചു. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ വെക്കേഷൻ 1 മാസത്തെ വെക്കേഷന് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി സെപ്റ്റംബർ 30-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു. അന്ന് ആ സെപ്റ്റംബർ 29-ാം തീയതി രാത്രി ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫോൺ ചെക്ക് ചെയ്തപ്പം ഹസ്ബൻഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഇമെയിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന വഴി കാറയിലിരുന്ന് എനിക്ക് ഏതൊക്കെ കണ്ടീഷൻസ് മാതാവിനോട് പറയണം, എൻ്റെ നിയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചു.
പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്ന് ചുമ്മാ കരയുമായിരുന്നു. ഞാൻ മാതാവിനെ നോക്കി ചുമ്മാ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ഒരു നിയോഗം പോലും മാതാവിനോട് പറഞ്ഞില്ല. അപ്പം ഞാൻ ആദ്യം ഓർത്ത ഉടമ്പടി എടുക്കാമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ആരോ അങ്ങോട്ട് പുഷ് ചെയ്യുക. ഞാൻ തന്നെ അങ്ങോട്ട് ആ വിദേശത്തേക്കുള്ളവരുടെ കൗണ്ടറിലേക്ക് തന്നെ അങ്ങ് നടന്നു പോയി.